Good morning. Morning, ma'am. Okay, good morning. Good morning, ma'am. Okay, good morning. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? സുഖമായിട്ടിരിക്കുന്നു അല്ലെ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ എല്ലാവരുടെയും? ഓക്കെ, കഴിഞ്ഞു. ഫ്രഷ് ആയിട്ട് ഉഷാറായിട്ടാണ് ക്ലാസ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് 6th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മള് കഴിഞ്ഞ ദിവസം തുടങ്ങി വെച്ചിരുന്നു അല്ലെ? ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് ഇന്റേണൽ ഓഡിറ്റ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത് അല്ലെ? ഇന്റേണൽ ഓഡിറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിവ്യൂവിംഗ് ആൻഡ് ചെക്കിംഗ് ഹൗ എ കമ്പനി മാനേജസ് ഇറ്റ് മെറ്റീരിയൽസ്. അത്രയേ ഉള്ളൂ. അതായത് ഒരു കമ്പനി അവരുടെ മെറ്റീരിയൽസുകൾ എന്ന് പറയുമ്പോൾ സപ്ലൈസ്, അതുപോലെ തന്നെ ഗുഡ്സ് അല്ലെ, മറ്റുള്ള സാധനങ്ങൾ, ഇങ്ങനെയുള്ള സപ്ലൈസുകൾ എല്ലാം തന്നെ ഒരു കമ്പനി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുള്ള ആ ഒരു ചെക്കിംഗ് അല്ലെങ്കിൽ ആ ഒരു ഇവാലുവേഷൻ, അതിനെയാണ് അല്ലാതെ റിവ്യൂ ചെയ്യുക അല്ലെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ നമുക്കറിയാം ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഹോസ്പിറ്റലിന് അകത്ത് പ്രവർത്തിക്കുന്ന, ഇന്റേണൽ എന്ന് പറയുമ്പോൾ അകത്താണ് അല്ലെ? ഒരു ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തേ. ഓക്കെ, നമ്മൾ പറഞ്ഞ പോയിന്റുകൾ ഇതൊക്കെയായിരുന്നു. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിക്കകത്ത് എന്താണ് പ്രവർത്തിക്കുന്ന അല്ലെ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, ഒരു വകുപ്പ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റേണൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സിസ്റ്റംസുകള്, അവിടുത്തെ പ്രോസസ്സുകളൊക്കെ വളരെ അൺബൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ, പക്ഷപാതരഹിതമായ രീതിയിൽ, സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റിലെ മെമ്പേഴ്സ് എപ്പോഴും ആയിരിക്കണം, അതൊരു കാരണവശാലും കമ്പനിയുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടരുത് അല്ലെ? കമ്പനിക്കകത്തുള്ള പൊളിറ്റിക്സിൽ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടരുത് അല്ലെ? സ്വാധീനം ഉണ്ടാകാത്ത രീതിയിൽ, വളരെ പക്ഷാപാതപരമായിട്ടുള്ള രീതിയിൽ അല്ലെ, സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ വേണം എന്ത് നടത്താനായിട്ട്? ഇവാലുവേഷൻ നടത്താനായിട്ട് അല്ലെ? പിന്നെ ഒരു ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാണ്? അത് സീനിയർ ലീഡർഷിപ്പ് ടീമിനാണ്. സീനിയർ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഹോസ്പിറ്റലിലെ ടോപ്പ് മാനേജ്മെന്റ് ലെവലിലുള്ള ആളുകളാണ് കേട്ടോ. സീനിയർ ലീഡർഷിപ്പ് ടീം അല്ലെങ്കിൽ ഗവേണിംഗ് ബോഡീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ടോപ്പ് മാനേജ്മെന്റ് ആണ്. അപ്പൊ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം, അവർക്കാണ് ആര് റിപ്പോർട്ട് കൊടുക്കുന്നത്? ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത് അല്ലെ? എന്നിട്ട് അവരിലൂടെ, അതായത് ഈ പറയുന്ന ഒരു ഹോസ്പിറ്റലിന്റെ സിഇഒ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പോലെയുള്ള ഗവേണിംഗ് ബോഡീസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ പ്രവർത്തനങ്ങള് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്ന അവലോകനങ്ങളെ, റിവ്യൂസിനെ നമ്മൾ എന്താ പറയുന്നത്? ഇന്റേണൽ ഓഡിറ്റ്സ് എന്നാണ് പറയുക കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇന്റേണൽ ഓഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിവ്യൂസ് പെർഫോംഡ് ബൈ ദി ഇന്റേണൽ ഓഡിറ്റ്. ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന റിവ്യൂസ്, അവലോകനങ്ങളെയാണ് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത്രയും കാര്യങ്ങളൊക്കെയാണോ? കഴിഞ്ഞ ദിവസത്തെ വായിച്ചൊക്കെ നോക്കിയോ നിങ്ങള്? അപ്പൊ നമ്മള് ഒരുപാട് വാരി വലിച്ച് എഴുതിയിട്ടുണ്ട്. അത് മുഴുവൻ നമുക്ക് വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള കൺസെപ്റ്റുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് കടക്കാം. ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ഇൻ ഇന്റേണൽ ഓഡിറ്റ് ആർ കോൾഡ് ഇന്റേണൽ ഓഡിറ്റേഴ്സ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് ഇൻഡിവിജ്വൽസ് വർക്കിംഗ് ഇൻ ഇന്റേണൽ ഓഡിറ്റ് ആർ കോൾഡ് ഇന്റേണൽ ഓഡിറ്റേഴ്സ്. അതായത് ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റില് പ്രവർത്തിക്കുന്ന ആളുകളെ നമ്മൾ എന്താണ് പറയുക? ഇൻഡിവിജ്വൽസിനെ നമ്മൾ എന്താണ് പറയാ? ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്നാണ് പറയാ അല്ലെ? അതാണ് പറയാ ഇന്റേണൽ ഓഡിറ്റേഴ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കുക, ഇന്റേണൽ ഓഡിറ്റേഴ്സ് മേ കവർ all areas of an organization or specialize based on their skill set അല്ലെ?
ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഏരിയകളും അവർ എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും അല്ലെ. അത് കൂടാതെ അവരുടെ സ്കില്ലിനനുസരിച്ചുകൊണ്ട് ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില ഏരിയകൾ അവർ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്യും? അവര് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അവര് വിലയിരുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഓർത്ത് വെക്കാം, ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആണ് ഈ പറയുന്ന ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും? ഒരു ഓർഗനൈസേഷന്റെ എല്ലാ ഏരിയകളെയും കവർ ചെയ്തുകൊണ്ട് ഇവാലുവേഷൻ അവർ നടത്തുന്നുണ്ട്. പോരാത്തതിന് അവരുടെ സ്കില്ലനുസരിച്ചുകൊണ്ട് ചില സ്പെഷ്യൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവ് ചെയ്യേണ്ട ചില ഏരിയകൾ ഉണ്ടായിരിക്കും അല്ലെ. ആ ഏരിയകളൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, അടുത്തതൊന്നും അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ നിങ്ങൾ. The aim of internal audits is to identify weakness within the organization's process and control environment internally so that they can be fixed as quickly as possible to prevent the harm to the organization or the stakeholders. Okay, stakeholder എന്ന് പറഞ്ഞാൽ എന്താണ്? പാർട്ട്നേഴ്സ് ആണ് കേട്ടോ, ഹോസ്പിറ്റലിലെ പാർട്ട്നേഴ്സ്. ഓക്കെ, അപ്പോ ഇവര് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? The aim of internal audit, ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? To identify the weakness within the organization process. ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിലുള്ള വീക്ക്നെസ്സുകൾ, പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അതിനനുസരിച്ചുകൊണ്ട് ആ ഒരു ഇന്റേണൽ എൻവിയോൺമെന്റിനെ കൺട്രോൾ ചെയ്യാം. ഇന്റേണൽ എൻവിയോൺമെന്റ് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിനകത്തുള്ള ആ ഒരു ചുറ്റുപാടിനെ കൺട്രോൾ ചെയ്യാം. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്നിട്ട് അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താം. അത് ഇങ്ങനെ പോസിബിൾ ടു പ്രിവെന്റ് ഹാം ടു ദ ഓർഗനൈസേഷൻ ഓർ സ്റ്റേക്ക് ഹോൾഡർ. പറയുന്ന ഓർഗനൈസേഷൻ ഒരു നാശം ഉണ്ടാകാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്കൊരു ദോഷം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ പോരായ്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം പോരായ്മകളെ എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യാനായിട്ട് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റിന്റെ ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഓഡിറ്റ് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും വീക്ക്നെസ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഏരിയകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ അത് എന്ത് ചെയ്യും? നമ്മൾ പരിഹരിക്കാൻ അതിലൂടെ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പോയിന്റ് കേട്ടോ. Accordingly, the internal audit plan for an organization should be driven by the risk basis, or in other words, be designed to examine those areas that present the greatest risk to the company. അപ്പോ നമ്മൾ അതിനനുസരിച്ചുകൊണ്ട് എന്ത് തയ്യാറാക്കുന്നു? ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കും അല്ലെ. ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കും. എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ദാറ്റ് ഷുഡ് ബി ഡ്രൈവൻ ബൈ ദ റിസ്ക് ബേസസ്. അതായത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഏരിയ ഏതാണ്, ഏറ്റവും വീക്ക്നെസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ഡെഫിഷ്യന്റ് ആയിട്ട് കിടക്കുന്ന ഏരിയകൾ, അതാണ് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഏരിയനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ ആണ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്? തയ്യാറാക്കുന്നത് കേട്ടോ. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. We designed to examine those areas that present the greatest risk to the company. കമ്പനിക്ക് ഏറ്റവും ഗ്രേറ്റസ്റ്റ് റിസ്ക് ആയിട്ടുള്ള ഏരിയകൾ ഏതാണ്, അതിനെ എക്സാമിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ ഡിസൈൻ ചെയ്യുന്നു കേട്ടോ, തയ്യാറാണ്. ഓക്കെ, ഇനിയോ the internal audit plan should also include a component of the strategic needs of an organization. Underline ചെയ്യാം കേട്ടോ. Internal audit plan should also include a component of the strategic needs of an organization. ഇനി നമ്മളൊരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഓർഗനൈസേഷന്റെ ആവശ്യകതകളെ കണക്കിലെടുത്തുകൊണ്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മളൊരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇന്റേണൽ ഓഡിറ്റിലെ ആളുകളെ, ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിൽ പ്രവർത്തിക്കുന്ന ഇൻഡിവിജ്വൽസിനെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്നാണ് പറയുന്നത് അല്ലെ. ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഓർഗനൈസേഷന്റെ എല്ലാ ഏരിയാസുകളിലും എന്ത് ചെയ്യുന്നുണ്ട്? കവർ ചെയ്തുകൊണ്ട് ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. അതുകൂടാണ്ട് അവരുടെ സ്കില്ലിനനുസരിച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇവാലുവേഷനും കാര്യങ്ങളും നടത്തുന്നു. അപ്പോ ഈ ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് എന്താണ് ലക്ഷ്യമിടുന്നത്? ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും വീക്ക്നെസ്, ഏറ്റവും പോരായ്മകളുള്ള ഏരിയകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് കമ്പനിക്ക് ഒരു ദോഷം ഉണ്ടാക്കാത്ത രീതിയിൽ എത്രയും പെട്ടെന്ന് പരിഹാരം കാണുക, അത് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് ഇന്റേണൽ ഓഡിറ്റിന്റെ ലക്ഷ്യമിടുന്നത്. അപ്പൊ അതനുസരിച്ചുകൊണ്ട് ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ അവിടെ തയ്യാറാക്കാണ്.
ഈ പ്ലാൻ തയ്യാറാക്കുന്നത് എന്തിനു ബേസ് ചെയ്തിട്ട് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഏരിയകള് ഫോക്കസ് ചെയ്തുകൊണ്ട് അത്തരം ഏരിയകള് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഒരു ഇന്റേണൽ പ്ലാൻ അവിടെ തയ്യാറാക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ എന്ന് പറയുന്നത് മനസ്സിലായി ഒരു കമ്പനിക്ക് ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഏരിയകളെ എക്സാമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കുന്നത്. പിന്നെ ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാനിന് അതൊക്കെ ഒരു ഓർഗനൈസേഷന്റെ ആവശ്യകതകൾ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ആവശ്യകതകളെ കൂടി കൺസിഡർ ചെയ്തുകൊണ്ടാണ് എന്ത് തയ്യാറാക്കുന്നത്, ഒരു ഇന്റേണൽ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഏകദേശം ഒരു ഐഡിയ കിട്ടി തുടങ്ങിയോ എന്താണ് ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ളത്? അടുത്തത് നീഡ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്. ഇനി നമ്മൾ പഠിക്കുന്ന ഇന്റേണൽ ഓഡിറ്റിന്റെ ആവശ്യകത എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇന്റേണൽ ഓഡിറ്റ് നടത്തുക? അത് നമുക്ക് പറയാതെ തന്നെ നമുക്ക് ചിന്തിച്ചാൽ അറിയാം. എന്തിനാ ഇന്റേണൽ ഓഡിറ്റുകൾ നടത്തുന്നത്? അങ്ങനത്തെ ഒരു ഓർഗനൈസേഷനിലെ പോരായ്മകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയണം അല്ലെ? അത് കണ്ടെത്തിയിട്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം. ഇതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, അത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നീഡ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്. ഇനി നോക്കാം, ഇന്റേണൽ ഓഡിറ്റ് നീഡ് executives of publicly traded companies legally responsible for the accuracy of its financial statements and the internal controls over financial reporting. അതായത് ഈ എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞാൽ ആരും ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സീനിയർ ലീഡർഷിപ്പ് ടീമാണ് കേട്ടോ. എക്സിക്യൂട്ടീവ്സ് പറഞ്ഞ സീനിയർ ലീഡർഷിപ്പ് ടീംസുകളാണ്. ഓക്കെ, അതായത് നമ്മൾ ഈ സിഇഒ പോലെയുള്ള ഗവേണിംഗ് ബോഡീസ് അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നത്. ഈ പറയുന്ന എക്സിക്യൂട്ടീവ്സുകളാണ് ഇത്, ദേ ആർ ലീഗലി റെസ്പോൺസിബിൾ ഫോർ ദ ആക്യുറസി ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്തു വെച്ചോളൂ. അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷന്റെ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളുടെ കൃത്യതയും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഫിനാൻഷ്യൽ റിപ്പോർട്ടിന്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളുടെയും ആക്യുറസി കൃത്യത സ്ഥിരീകരിക്കുന്നതിന് ലീഗലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരാണ്? ആ ഒരു ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ്സ് ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ സിഇഒ പോലെയുള്ള ടോപ്പ് മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന സീനിയർ ലീഡർഷിപ്പ് ടീംസുകളാണ് കേട്ടോ. അവരെയാണ് എക്സിക്യൂട്ടീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദീസ് എക്സിക്യൂട്ടീവ്സ് ആർ ലീഗലി റെസ്പോൺസിബിൾ ഫോർ ദ ആക്യുറസി ഓഫ് ദ financial statements and the internal controls over financial reporting. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളുടെ കൃത്യത സ്ഥിരീകരിക്കുന്നതിൽ ലീഗലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികൾ ആരാണ്? അവിടുത്തെ എക്സിക്യൂട്ടീവ്സ് ആണ്. ഈ എക്സിക്യൂട്ടീവ്സിനാണ് ആര് റിപ്പോർട്ട് കൊടുക്കുന്നത്? ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്, ഇവിടെ പറഞ്ഞില്ലേ, ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട്സ് ടു സീനിയർ ലീഡർഷിപ്പ് എന്ന് നമ്മൾ പറഞ്ഞു. ആ എക്സിക്യൂട്ടീവുകളെ അവരുടെ ജോലികള് ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളും ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളുടെ കൃത്യതയൊക്കെ ഉറപ്പുവരുത്തുന്നതിനായിട്ട് എക്സിക്യൂട്ടീവ്സിനെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഇന്റേണൽ ഓഡിറ്റ് ആണ്. നമ്മൾ പൊതുവെ ഓഡിറ്റിംഗ് നടത്താന്ന് പറയുമ്പോൾ നമുക്കറിയാം കണക്കെടുപ്പും കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ആ ഇന്റേണൽ ഓഡിറ്റ് ആര് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ടീവ്സുകളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങുകളുടെ ആക്യുറസി നിശ്ചയിക്കുന്നതിൽ ഇന്റേണൽ ഓഡിറ്റ് എക്സിക്യൂട്ടീവ്സിനെ സഹായിക്കുന്നുണ്ട്. ഇനി മറ്റുള്ള റോളുകളാണ് അവിടെ പറയുന്നത്. ഇന്റേണൽ ഓഡിറ്റ്സ് ഫങ്ഷൻസ് പ്ലേ എ ക്രിട്ടിക്കൽ റോൾ ഇൻ ഹെൽപ്പിംഗ് എക്സിക്യൂട്ടീവ്സ് ടു റീച്ച് ദയർ കൺക്ലൂഷൻ. അതുപ്രകാരം എക്സിക്യൂട്ടീവ്സിന് അവരുടെ ഒരു ഫൈനൽ കൺക്ലൂഷനിലോട്ട് എത്തുന്നതിനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. Okay, internal audits functions play a critical role in helping executives to reach their conclusion. Executives അവരുടെ കൺക്ലൂഷൻ അല്ലെ അവരുടെ ഒരു നിഗമനത്തിന് എത്തുന്നതിനായിട്ട് എക്സിക്യൂട്ടീവ്സിനെ സഹായിക്കുന്നതിൽ ഒരു ക്രിട്ടിക്കൽ റോള് ആർക്കുണ്ട്? ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റ്സിന്. ആൾസോ ഇന്റേണൽ ഓഡിറ്റ് എഫർട്സ് ടു ഐഡന്റിഫൈ breakdowns in internal controls helps to safeguard against potential fraud, waste or abuse, and ensure compliance with the laws and regulations. അത് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ എന്താണ് പറയാ, ഇന്റേണൽ ഓഡിറ്റിന്റെ പർപ്പസുകളാണ് അവിടെ പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് ഇന്റേണൽ ഓഡിറ്റ് എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്, എന്ത് കാര്യങ്ങൾക്കൊക്കെ ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്? ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ടു ഐഡന്റിഫൈ ദ ബ്രേക്ക് ഡൗൺസ്. എന്താണ്
ടു ഐഡന്റിഫൈ ദ ബ്രേക്ക് ഡൗൺസ് ഓർ വീക്ക്നെസ് അല്ലെ. അതായത് ഒരു കമ്പനിയുടെ ഒരു ഓർഗനൈസേഷന്റെ ബ്രേക്ക് ഡൗൺസുകള് വീക്ക്നെസ്സുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ദ പൊട്ടൻഷ്യൽ ഫ്രോഡ്, വേസ്റ്റ് ഓർ അബ്യൂസ് അല്ലെ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഫ്രോഡ്, എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ മെറ്റീരിയൽ മാനേജ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന വേസ്റ്റ്, അബ്യൂസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കമ്പനിയെ സേഫ് ഗാർഡ് അല്ലെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് എൻഷുവർ കംപ്ലൈൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻ, എല്ലാവിധ ലോസ് ആൻഡ് റെഗുലേഷൻസുകള് കമ്പനി പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് ഫിക്സ് ചെയ്യാനായിട്ട്, ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കൺഫേം ചെയ്യാനായിട്ട് ഇന്റേണൽ ഓഡിറ്റ്സ് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ പറയുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളുടെ ആ ഒരു ആക്യുറസി അഷ്വർ ചെയ്യുന്നതിന് അല്ലെ, ആക്യുറസി കൃത്യത ഉറപ്പുവരുത്തുന്നതിന് ഇന്റേണൽ ഓഡിറ്റ്സ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ ആക്യുറസി, അതായത് കൃത്യത ഉറപ്പുവരുത്തുന്നതിലും ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ പറഞ്ഞത് ഇന്റേണൽ ഓഡിറ്റിന്റെ ആവശ്യകതകളാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് മനസ്സിലാക്കാൻ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലൊക്കെ അക്യുറസിയിലെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന് ലീഗലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തികൾ ആരാണ്? ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഇന്റേണൽ ഓഡിറ്റ് അതിനെ എക്സിക്യൂട്ടീവ്സിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് എന്തൊക്കെ കാര്യങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഓർത്ത് വെക്കേണ്ട പോയിന്റ്. ഒന്ന്, ഹെൽപ്പിംഗ് എക്സിക്യൂട്ടീവ്സ് ടു റീച്ച് ദെയർ കൺക്ലൂഷൻ, എക്സിക്യൂട്ടീവ്സ് അവരുടെ കൺക്ലൂഷനിലൂടെ എത്തുന്നതിനായിട്ട് അവർ സഹായിക്കുന്നുണ്ട്. അതുപോലെ ടു ഐഡന്റിഫൈ ബ്രേക്ക് ഡൗൺസ് ആൻഡ് ഇന്റേണൽ കൺട്രോൾസ് അല്ലെ, ഒരു ഓർഗനൈസേഷന്റെ ബ്രേക്ക് ഡൗൺസുകൾ അതുപോലെ വീക്ക്നെസ്സുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഹെൽപ്സ് സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് പൊട്ടൻഷ്യൽ ഫ്രോഡ്, വേസ്റ്റ് ഓർ അബ്യൂസ്, പൊട്ടൻഷ്യൽ ഫ്രോഡ്, വേസ്റ്റ്, അബ്യൂസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് എൻഷുവർ കംപ്ലൈൻസ് വിത്ത് ലോസ് ആൻഡ് റെഗുലേഷൻസ്, ഒരു കമ്പനി എല്ലാവിധ ലോസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. ഇന്റേണൽ ഓഡിറ്റ് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാമോ? ഓക്കെ ആണോ? നെക്സ്റ്റ് വരുന്നത് വാല്യൂസ് ജനറേറ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ വിത്ത് ആൻ ഇന്റേണൽ ഓഡിറ്റ് കേട്ടോ. ഇനി ഒരു ഇന്റേണൽ ഓഡിറ്റിലൂടെ ഒരു ഓർഗനൈസേഷനിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസുകൾ എന്തൊക്കെയാണ് കേട്ടോ. വാല്യൂസ് ജനറേറ്റഡ് ബൈ ദ ഓർഗനൈസേഷൻ വിത്ത് ആൻ ഇന്റേണൽ ഓഡിറ്റ്, അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റിലൂടെ ഒരു ഓർഗനൈസേഷനിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന മൂല്യങ്ങള്, വാല്യൂസുകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ വാല്യൂസ് ആണ് നോക്കാം. ടെക്നിക്കലി ഇന്റേണൽ ഓഡിറ്റ് ഈസ് എ കോസ്റ്റ് സെന്റർ ഇൻ എ കമ്പനി. അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ് സെന്റർ ആണ്. എന്ന് വെച്ചാൽ ഒരു കോസ്റ്റ് ആയിട്ടുള്ള വളരെ ചെലവേറിയ ഒരു കാര്യമാണ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്നതിന് കുറച്ച് ചെലവുകൾ വരും കേട്ടോ. ഒരു കമ്പനിയെ സംബന്ധിച്ച് അവിടെ നമുക്കറിയാം 6 മാസത്തിലൊരിക്കല് എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിറ്റിംഗ് നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു കമ്പനിയിൽ ഓഡിറ്റിംഗ് നടക്കുമ്പോൾ അത് കുറച്ച് എന്താണ്, കണക്കെടുപ്പ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ചെലവേറിയിട്ടുള്ള ഒരു പ്രോസസ് ആണ് കേട്ടോ. അത് കോസ്റ്റ് സെന്റർ ആണ്, ഒരു ചെലവേറിയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. പക്ഷെ നമുക്കത് ചെയ്യാതിരിക്കാനും പറ്റില്ല അല്ലെ. ഇന്റേണൽ ഓഡിറ്റ് അത്യാവശ്യമാണ്. അപ്പോ ഇറ്റ് ഡസ് നോട്ട് ജനറേറ്റ് റവന്യൂ. കാര്യം നമുക്കറിയാം അതൊരിക്കലും കമ്പനിയെ സംബന്ധിച്ച് കമ്പനിക്ക് നേരിട്ട് എന്ത് തരുന്നില്ല, ഒരു റവന്യൂ അല്ലെ, ഒരു വരുമാനം ഒരിക്കലും അത് ജനറേറ്റ് ചെയ്യുന്നില്ല. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു
കോസ്റ്റ് ഫാക്ടർ ആണ്, അല്ലെങ്കിൽ അതൊരു കോസ്റ്റ് ചെലവേറിയ ഒരു കാര്യമാണ്. അതൊരിക്കലും കമ്പനിയെ സംബന്ധിച്ച് നേരിട്ട് എന്ത് ജനറേറ്റ് ചെയ്യുന്നില്ല, റവന്യൂ ജനറേറ്റ് ചെയ്യുന്നില്ല, അതിന്റെ വരുമാനം ജനറേറ്റ് ചെയ്യുന്നില്ല. However, എന്നിരുന്നാലും a good internal function can be profoundly important to the survival and the prosperity of any organization. അതായത് a good internal function can be profoundly important to the survival and the prosperity of any organization. പക്ഷെ ഒരു നല്ല ഇന്റേണൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇന്റേണൽ ഫംഗ്ഷൻ എന്ന് വെച്ചൊരു നല്ല ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ സർവൈവലിനും ഒരു ഓർഗനൈസേഷന്റെ പ്രോസ്പെരിറ്റിക്കും സമൃദ്ധിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, മനസ്സിലായോ? ഒരു ഗുഡ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അതൊരു ഓർഗനൈസേഷന്റെ സർവൈവലിനും ഒരു ഓർഗനൈസേഷന്റെ പ്രോസ്പെരിറ്റിക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത് ഒരു ഗുഡ് ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കാം. അൺലൈക്ക് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്, internal auditors is beyond the financial statement reporting risk to consider broader issues such as the organization's reputation, operational efficiency, strategic growth, its impact on the environment, and the way it treats its employees. അപ്പോ ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമാണ്. എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പുറത്തു നിന്ന് വന്ന് ഓഡിറ്റിംഗ് നടത്തുന്ന ആളുകളായിരിക്കും. അവരെ കാണും. ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഒരു കമ്പനിയുടെ അകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു വകുപ്പാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ആ ഇന്റേണൽ ഓഡിറ്റ് ആകുമ്പോൾ അവർക്കാണ് ആ ഓർഗനൈസേഷന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്കറിയാൻ പറ്റും. അതായത് ഇന്റേണലി പ്രവർത്തിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റിന് തീർച്ചയായിട്ടും ആ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ആരെ അപേക്ഷിച്ച് നോക്കുമ്പോ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോ. എന്നിട്ട് ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ടിങ്ങിന്റെ അപ്പുറത്തേക്ക്, നമ്മള് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റിപ്പോർട്ടിങ്ങിന്റെ അക്യുറസിയിൽ മാത്രമല്ല, അതിന് മാത്രമല്ല ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല ബ്രോഡർ ഇഷ്യൂസുകള്, അല്ലെ, മറ്റുള്ള ബ്രോഡർ ഇഷ്യൂസുകളും എന്ത് ചെയ്യുന്നുണ്ട്, അവര് കൺസിഡർ ചെയ്യുന്നുണ്ട്, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. സച്ചസ് എന്തൊക്കെയാണ്? ഓർഗനൈസേഷൻസ് റെപ്യൂട്ടേഷൻ, ഒരു ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷൻ, ഒരു ഓർഗനൈസേഷന്റെ പ്രശസ്തി, അല്ലെ, റെപ്യൂട്ടേഷൻ. അതെ. പിന്നെ വരുന്നത് എന്താണ്? ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഓർഗനൈസേഷൻസ് റെപ്യൂട്ടേഷൻ, ഒരു ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷൻ, അതായത് പ്രശസ്തി, അല്ലെ, അതിന് ഇമേജ്, അതിനെ സ്വാധീനിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിലുള്ള കാര്യക്ഷമത, അല്ലെ, ഓപ്പറേഷണൽ എഫിഷ്യൻസി എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളിലുള്ള കാര്യക്ഷമത. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഗ്രോത്ത്, ഒരു ഓർഗനൈസേഷന്റെ ഗ്രോത്ത്, വളർച്ച. അതുപോലെ തന്നെ ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദ എൻവയോൺമെന്റ്, ആ ഒരു ഓർഗനൈസേഷന് എൻവയോൺമെന്റില് ചുറ്റുപാടിലുള്ള ആ ഒരു ഇമ്പാക്ട്, സ്വാധീനം. അതുപോലെ തന്നെ the way it treats its employees, അതായത് ആ ഒരു ഓർഗനൈസേഷൻ ഏത് രീതിയിലാണ് എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ബ്രോഡർ ഇഷ്യൂസുകള് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? ഇന്റേണൽ ഓഡിറ്റേഴ്സ് സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചത് എന്തൊക്കെ വാല്യൂസ് ആണ് ഇന്റേണൽ ഓഡിറ്റിങ്ങിലൂടെ ഒരു ഓർഗനൈസേഷനിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസ് ആണ് പറയുന്നത്, അല്ലെ. അപ്പൊ പൊതുവെ നമ്മൾ ഓഡിറ്റിന് നിൽക്കുന്ന കണക്കെടുപ്പും കാര്യങ്ങളാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന്റെ ആക്യുറസി, അത് മാത്രമല്ല ഒരുപാട് വാല്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതെന്ന് പറയുമ്പോൾ കണക്ക് സംബന്ധമായ കാര്യത്തിനേക്കാൾ ഉപരി അതൊക്കെ ഒരു വാല്യൂസ് ആണ്, മൂല്യങ്ങളാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ച് ആ ഒരു ഓർഗനൈസേഷന്റെ റെപ്യൂട്ടേഷൻ, പിന്നെ ഓപ്പറേഷണൽ എഫിഷ്യൻസി, ആ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങളിലുള്ള കാര്യക്ഷമത, അതുപോലെ അവരുടെ സ്ട്രാറ്റജി ഗ്രോത്ത്, ആ കമ്പനിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ ദ എൻവയോൺമെന്റ്, അതായത് ആ ഒരു കമ്പനിക്ക് എൻവയോൺമെന്റിൽ എത്രത്തോളം ഇമ്പാക്ട് സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഒരു കമ്പനി എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പല വാല്യൂസുകളും, അല്ലെ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കും. ഓക്കെയാണോ? മനസ്സിലായോ കാര്യങ്ങള്? ഇനി നമുക്ക് അത്രയും ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് എന്താണ്, ഇന്റേണൽ ഓഡിറ്റേഴ്സ് ആരാണ്, ഓക്കെ, ഇന്റേണൽ ഓഡിറ്റിന്റെ എയിം എന്താണ്, ഓക്കെ, പിന്നെ ലീഡ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ ഓഡിറ്റിന്റെ ആവശ്യകത എന്താണ്,
പിന്നെ നമ്മൾ പഠിച്ചത് ഈ പറയുന്ന ഇന്റേണൽ ഓഡിറ്റിലൂടെ ഒരു ഓർഗനൈസേഷനിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന വാല്യൂസുകൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇന്റേണൽ ഓഡിറ്റ് എത്ര ടൈപ്പ്, എത്ര തരമാണ്, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്, ഏതൊക്കെ ടൈപ്പ് ഇന്റേണൽ ഓഡിറ്റുകളാണ് ഉള്ളത്. അപ്പൊ അവിടെ തന്നെ ചെറിയൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഓക്കെ. വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ്. അപ്പൊ നോക്കി ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് കംപ്ലൈൻസ് ഓഡിറ്റ്, പിന്നെ രണ്ടാമത്തത് എൻവിയോൺമെന്റൽ ഓഡിറ്റ്, മൂന്നാമത്തത് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്, നാലാമത്തത് ഓപ്പറേഷണൽ ഓഡിറ്റ്, അഞ്ചാമത്തത് പെർഫോമൻസ് ഓഡിറ്റ്. ഓക്കെ, 1, 2, 3, 4. അപ്പൊ 5 ടൈപ്പ് ഓഫ് ഓഡിറ്റുകളാണ്. ഏതൊക്കെയാണ്? കംപ്ലൈൻസ് ഓഡിറ്റ്, എൻവിയോൺമെന്റൽ ഓഡിറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ്, അതുപോലെ തന്നെ പെർഫോമൻസ് ഓഡിറ്റ്. ഇതാണ് 5 ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ these are the different types of internal audit. ഇതാണ് 5 തരത്തിലുള്ള ഇന്റേണൽ ഓഡിറ്റ്സ്. ഇനി എന്താണെന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് ചെറിയൊരു ഐഡിയ നമുക്ക് തരാം. ഐഡിയ തന്നിട്ട് വായിക്കണമെങ്കിൽ എളുപ്പം മനസ്സിലാവും. കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക? കംപ്ലൈൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കംപ്ലൈന്റ് അല്ല, അത് പരാതി. കംപ്ലൈൻസ് എന്ന് വെച്ചാൽ പാലിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അവരുടേതായിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് നടത്തുന്ന ഓഡിറ്റാണ് കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ അവരുടേതായ ലോസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സുകൾ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഓഡിറ്റാണ് കംപ്ലൈൻസ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തതാണ് എൻവിയോൺമെന്റൽ ഓഡിറ്റ്. എൻവിയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അതായത് നമുക്കറിയാം ഒരു കമ്പനിക്ക് അതിന്റെ ചുറ്റുപാടുകളുമായിട്ട് എൻവിയോൺമെന്റുമായിട്ട് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ഒരു കമ്പനി. ഇപ്പൊ ഞാൻ കാര്യങ്ങൾ നമ്മളൊരു ഹോസ്പിറ്റലിൽ എടുക്കുകയാണ്. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു പബ്ലിക് ഓർഗനൈസേഷൻ ആണ് അല്ലെ, പബ്ലിക്കിലേക്ക് സർവീസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ ആ കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. ആ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന എൻവിയോൺമെന്റ്, ചുറ്റുപാട് എന്ന് പറയുമ്പോൾ അതിനെല്ലാം വരുന്നുണ്ട്, കമ്മ്യൂണിറ്റി വരുന്നുണ്ട്, പിന്നെ അതിന് മറ്റുള്ള എല്ലാ ചുറ്റുപാടുകളും എനിക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓർഗനൈസേഷന് എത്രത്തോളം ആ എൻവിയോൺമെന്റിന് ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുന്നുണ്ട് എന്നത് അസസ് ചെയ്യുന്നതിനായിട്ട് നടത്തുന്ന ഓഡിറ്റ്. അതാണ് എന്ത്? എൻവിയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെയാണത് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്. അതാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്. IT ഓഡിറ്റ് എന്ന് പറയും. IT ഓഡിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും നടക്കുന്നുണ്ടാവുക? ഇവാലുവേറ്റിംഗ് IT സിസ്റ്റംസ്, സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് അല്ലെ. ഇതാണ് ഇവാലുവേറ്റിംഗ് IT സിസ്റ്റംസ്, ഇൻഫർമേഷൻ ടെക്നോളജി സിസ്റ്റംസ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ആൻഡ് സുരക്ഷിതത്വം, ഡാറ്റ മാനേജ്മെന്റ് അല്ലെ, ഡാറ്റ മാനേജ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേഷണൽ ഓഡിറ്റ്. ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസ് അല്ലെ, പ്രവർത്തനങ്ങള് എത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്, അതിനാണ് ഓപ്പറേഷനിലുള്ള ഒരു എഫിഷ്യൻസി, ആ ഒരു പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത അല്ലെങ്കിൽ അതിന്റെ ഇഫക്റ്റീവ്നെസ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നടത്തുന്ന ഓഡിറ്റാണ് ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ എന്താണ്? പെർഫോമൻസ് ഓഡിറ്റ് ആണ് അല്ലെ. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഓർഗനൈസേഷന്റെ പെർഫോമൻസ് അല്ലെ, അതിന്റെ ഒരു പ്രകടനം എത്രത്തോളം നല്ല രീതിയിൽ ആ ഒരു ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് അസസ് ചെയ്യുന്നതിനായിട്ട് നടക്കുന്ന ഓഡിറ്റാണ് പെർഫോമൻസ് ഓഡിറ്റ്. എളുപ്പമല്ലേ? 5 ടൈപ്പ്, വളരെ എളുപ്പമാണ് കേട്ടോ. കംപ്ലൈൻസ് ഓഡിറ്റ്, എൻവിയോൺമെന്റൽ ഓഡിറ്റ്, IT ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ് ആൻഡ് പെർഫോമൻസ് ഓഡിറ്റ്. ഇത്രയുള്ള കേട്ടോ. ഓക്കെ ആണോ? പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ഇനി ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. While a significant portion of internal audit covers the internal controls over financial reporting within the organization as they pertain to generally accepted accounting procedures, GAAP, impacting their financial statements.
അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് കേട്ടോ. അതായത് ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിക്കകത്ത് ഒരു ഓർഗനൈസേഷനകത്തുള്ള ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗില് അതുപോലെ മറ്റുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ കൃത്യമായിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രൊസീജിയറുകൾക്ക് അനുസരിച്ചുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള അക്കൗണ്ടിംഗ് പ്രൊസീജിയറുകൾക്ക് അനുസൃതമായിക്കൊണ്ടാണ് അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുകളും ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നടത്തുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇന്റേണൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് കേട്ടോ. GAAP ഫുൾ ഫോം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്നാണ് കേട്ടോ. GAAP എന്താണ്? അതായത് ജനറലി ആക്സെപ്റ്റഡ് ഇത് വെച്ചോട്ടോ. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ്. അതായത് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആയിക്കോട്ടെ, അതുപോലെ മറ്റ് ഇന്ത്യയുടെ കൺട്രോൾസുകൾ, സാമ്പത്തികമായിട്ടുള്ള കൺട്രോൾസുകളെല്ലാം തന്നെ ഈ പറയുന്ന GAAP അല്ലെ, അതായത് നമ്മുടെ അക്കൗണ്ടിംഗ് പ്രൊസീജിയറുകൾക്ക് അനുസൃതമാണെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ആര്? ഇന്റേണൽ ഓഡിറ്റ് ഉറപ്പുവരുത്തുന്നുണ്ട് അല്ലെ. Many organizations also recognize the need for other types of assessment or audits outside of accounting or finance. അതുകൂടാതെ ഈ പറയുന്ന അക്കൗണ്ടിങ്, ഫിനാൻസ് എന്ന ഏരിയയ്ക്ക് അപ്പുറത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അക്കൗണ്ടിങ് ഫിനാൻസിന് അപ്പുറത്തേക്ക് ഉള്ള പലതരത്തിലുള്ള ഓഡിറ്റുകൾ ആര് ചെയ്യുന്നുണ്ട്? ഓർഗനൈസേഷൻസ് നടത്തുന്നുണ്ട് കേട്ടോ. ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉടനെ ഓടി വരുന്ന ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് ആണ് അല്ലെ. പക്ഷെ അത് മാത്രമല്ലാന്ന് ഫിനാൻസും അക്കൗണ്ടിങ്ങോട്ട് അപ്പുറത്ത് അതിന് ബിയോണ്ട് ആയിട്ടുള്ള ഏരിയകൾ, നമ്മൾ നേരത്തെ കുറച്ച് ഏരിയകളൊക്കെ പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട പല ടൈപ്പ് ഓഫ് ഓഡിറ്റുകൾ അവിടെ നടത്തുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ഇവർ പറയുകയാണ്. അതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് കേട്ടോ. സം ഓഫ് ദീസ് കീ ഏരിയാസ് ഇൻക്ലൂഡ് കംപ്ലൈൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കംപ്ലൈൻസ് ഓഡിറ്റ് അല്ലെ. കംപ്ലൈൻസ് എന്ന് പറഞ്ഞ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ദാറ്റ് ഇസ് റെഗുലേറ്ററി. റെഗുലേറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? റെഗുലേഷൻസ് ആണ്, നിയന്ത്രണങ്ങളാണ്. അതായത് ഒരു കമ്പനി കൃത്യമായിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സുകൾ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നടത്തുന്ന ഓഡിറ്റ് ആണിത് കംപ്ലൈൻസ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സം ഓഫ് ദീസ് കീ ഏരിയാസ് ഇൻക്ലൂഡ് കംപ്ലൈൻസ് ഓഡിറ്റ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ റെഗുലേഷൻസ്, ലോസ് അതുപോലെ മറ്റുള്ള റെഗുലേഷൻസ്, പിന്നെ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ ഒരു കമ്പനി എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നടത്തുന്ന ഓഡിറ്റ് ആണ് കംപ്ലൈൻസ് ഓഡിറ്റ്. പിന്നെ ഏതാണ്? എൻവിയോൺമെന്റൽ ഓഡിറ്റ്. എൻവിയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിക്ക് അതിന്റെ ചുറ്റുപാടുകളില് എൻവിയോൺമെന്റിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് അസസ് ചെയ്യുന്നതിനായിട്ടുള്ള ഓഡിറ്റ് ആണ് എൻവിയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു. ഇവാലുവേറ്റിംഗ് IT സിസ്റ്റംസ്, സേഫ്റ്റി ആൻഡ് ഡാറ്റ സിസ്റ്റംസ്, സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ സിസ്റ്റംസ്. പിന്നെ വരുന്നത് ഓപ്പറേഷണൽ ആൻഡ് പെർഫോമൻസ് ഓഡിറ്റ്. 5 ടൈപ്പ് ഉണ്ട്. ഓരോന്നും എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് കംപ്ലൈൻസ് ഓഡിറ്റ്. എന്താണ് പറഞ്ഞിരുന്നു അത് തന്നെയാണ് അവിടെ ഇരിക്കുന്നത് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. കംപ്ലൈൻസ് ഓഡിറ്റ്സ് ഇവാലുവേറ്റ് കംപ്ലൈൻസ് വിത്ത് ദ ആപ്ലിക്കബിലിറ്റി ഓഫ് ദ റെഗുലേഷൻസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അണ്ടർലൈൻ ചെയ്യാട്ട് അതിനോട് ചേർത്ത് ചോദിക്കാം. ഡാഷ് ഓഡിറ്റ് ഇവാലുവേറ്റ് കംപ്ലൈൻസ് വിത്ത് ആപ്ലിക്കബിൾ ലോസ്, റെഗുലേഷൻസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയർ. അങ്ങനെ വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം കേട്ടോ. അതായത് ഒരു കമ്പനിയുടെ ലോസ്, റെഗുലേഷൻസ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സുകള് പാലിക്കുന്നുണ്ടോ, ഒരു കമ്പനി എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നടത്തുന്ന ഓഡിറ്റാണ് കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. Some of these regulations may have a significant impact on the company's financial well-being. അപ്പൊ ഇത്തരത്തിലുള്ള കംപ്ലൈൻസ് ഓഡിറ്റുകൾ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ സാമ്പത്തികമായിട്ടുള്ള ക്ഷേമത്തിന് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ വെൽബീയിങ്, സാമ്പത്തികമായിട്ടുള്ള ക്ഷേമത്തിന് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള റെഗുലേഷൻസ് എന്ന് പറയുന്നത്. 1-2 റെഗുലേഷൻസ് വെറുതെ എക്സാമ്പിളിന് വേണ്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. ഫെയിലിയർ ടു ഫോളോ ദ ലോ സച്ച് ആസ് ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട്, FCPA. ഫുൾ ഫോം ഒക്കെ പഠിച്ചു വെക്കാം. ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട്. അതുപോലെ തന്നെ GDPR, ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ. ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്ടുകളാണ്. അതായത് ഒരു കമ്പനി പാലിക്കേണ്ട ആക്ടുകളാണ്. ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസസ് ആക്ട് എന്ന് പറയുമ്പോൾ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അഴിമതി അല്ലെ.
അതായത് ഓർഗനൈസേഷനിൽ അഴിമതി വിരുദ്ധവുമായിട്ട് തന്നെ അഴിമതി തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള ആക്ടാണ് ഫോറിൻ കറക്റ്റ് പ്രാക്ടീസസ് ആക്ട് FCPA. അതുകൂടാണ്ട് GDPR ഉണ്ട്, ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആക്ട് കേട്ടോ. ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആക്ട്. ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന ഓരോ പേഴ്സൺസിന്റെ അല്ലെ, ഈ പറയുന്ന പേഴ്സണൽ ഡാറ്റ ആൻഡ് പ്രൈവസി അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന പേഴ്സണലിന്റെ അതായത് ഓരോ വ്യക്തികളുടെയും എന്താണ് ഈ പറയുന്ന അവരുടെ ഡാറ്റ ആൻഡ് പ്രൈവസി പ്രൊട്ടക്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ആക്ട് എന്താണ്? ജനറൽ ഡാറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ആക്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആക്ടുകളൊക്കെ ഒരു കമ്പനിയിൽ ഉണ്ടായിരിക്കണം. ആ ആക്ടുകൾ ആ കമ്പനി എത്രത്തോളം പാലിക്കുന്നുണ്ട്, കൃത്യമായിട്ട് പാലിച്ചു പോകുന്നുണ്ടോ എന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നടത്തുന്ന ഓഡിറ്റാണ് കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോ നമ്മൾ ഇങ്ങനെയുള്ള ലോസുകൾ നമ്മൾ പാലിക്കുന്നതില് ഫെയിലിയർ ആയി കഴിഞ്ഞാല് അല്ലെ, പരാജയപ്പെട്ടിട്ടുണ്ട്, ഇറ്റ് മേ റിസൾട്ട് ഇൻ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻ ഫൈൻസ് ഓർ പ്രീക്ലൂഡ് എ കമ്പനി ഫ്രം ഡൂയിങ് ബിസിനസ് ഇൻ സർട്ടൻ ജൂറിസ്ഡിക്ഷൻസ്. അപ്പൊ ഇതിനനുസരിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഒരു പക്ഷെ മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻ ഫൈൻസ് അല്ലെ, വലിയൊരു തുക തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫൈനായിട്ട് നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. അത് മാത്രമല്ല പ്രീക്ലൂഡ് എ കമ്പനി സർട്ടൻ ജൂറിസ്ഡിക്ഷൻ, ചില പ്രത്യേക ജൂറിസ്ഡിക്ഷനില് ചില പ്രത്യേക പ്രദേശങ്ങളിൽ കമ്പനിക്ക് പ്രവർത്തിക്കാൻ തന്നെ കഴിയാതെ വരും അല്ലെ. പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നാലും ലോസ് റെഗുലേഷൻസ് നിങ്ങൾ ഡിപ്ലോമയിൽ എത്തിക്കലാണ് വലിയൊരു ഇഷ്യൂസ് ഒക്കെ പഠിച്ചതല്ലേ. അപ്പൊ ഈ പറയുന്ന എല്ലാ കമ്പനികളും അതിൻ്റെതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് വേണം അവർ പ്രവർത്തിക്കാൻ. അങ്ങനെ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രദേശത്ത് എല്ലാ ഒരു ഓർഗനൈസേഷന് ചിലപ്പോൾ നിലനിൽപ്പുണ്ടാവില്ല, അവിടെ പ്രവർത്തിക്കാനായിട്ട് ആളുകളെ അനുവദിക്കും അല്ലെ. ഓക്കെ, ഇത്രയും കേട്ടോ. കംപ്ലൈൻസ് ഓഡിറ്റ് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഒരു കമ്പനി അതിന്റെ ലോസും റെഗുലേഷനും പോളിസി പ്രൊസീജിയറുകൾ എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നടത്തുന്ന ഓഡിറ്റ്. ദാറ്റ് ഈസ് കോൾഡ് കംപ്ലൈൻസ് ഓഡിറ്റ്. കുറച്ച് രണ്ട് ലോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, FCPA, GDPR എന്നൊക്കെ ഫുൾ ഫോം പഠിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് എൻവിയോൺമെന്റൽ ഓഡിറ്റ് കേട്ടോ. എൻവിയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കമ്പനിക്ക് അതിന്റെ ചുറ്റുപാടുകളിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ, എത്രത്തോളം സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കുന്നുണ്ട് എന്നത് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നടത്തുന്ന ഓഡിറ്റാണ് എൻവിയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിയേ, എൻവിയോൺമെന്റൽ ഓഡിറ്റ് അസസ് ദ ഇമ്പാക്ട് ഓഫ് എ കമ്പനീസ് ഓപ്പറേഷൻ ഓൺ ദ എൻവിയോൺമെന്റ്. അനലൈസ് ചെയ്യാട്ടോ. അതായത് ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങള് എൻവിയോൺമെന്റില് ചുറ്റുപാടിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്, സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നത് അസസ് ചെയ്യുന്നതിനായിട്ട് നടത്തുന്ന ഓഡിറ്റാണ് എൻവിയോൺമെന്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, they may also evaluate the company's adherence to the environmental laws and regulations. അത് വന്നിട്ട് ഒരു കമ്പനിയുടെ എൻവിയോൺമെന്റൽ ലോസ് ആൻഡ് റെഗുലേഷൻ, അതായത് ഒരു എൻവിയോൺമെന്റലുമായിട്ട് അല്ലെ ചുറ്റുപാടുകളുമായിട്ട് ബന്ധപ്പെട്ട ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒരു കമ്പനി എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ കമ്പനി നമ്മൾ ഹോസ്പിറ്റലിൽ എടുക്കാം അല്ലെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന് ധാരാളം എൻവിയോൺമെന്റൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആക്ട് ഒക്കെ ഇല്ലേ? ഓക്കെ, അതൊക്കെ BMW ആക്ട് ഉണ്ട് അല്ലെ. അതൊക്കെ വെച്ചൊരു ഹോസ്പിറ്റൽ ഒരു പ്രത്യേക പ്രദേശത്ത് പ്രവർത്തിക്കുമ്പോൾ വേസ്റ്റുകൾ അലക്ഷ്യമായിട്ട് പുറത്തോട്ട് കളയാൻ പാടില്ല അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ പാലിക്കേണ്ട ഒരു എൻവിയോൺമെന്റൽ ആക്ട് ആണ് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആക്ട് അല്ലെ. അങ്ങനെയൊക്കെയുള്ളതുപോലെ തന്നെ റേഡിയേഷൻ ലൈസൻസുകൾ അല്ലെ, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എൻവിയോൺമെന്റിന് ഹാനികരമാവുന്ന രീതിയിൽ റേഡിയേഷൻസ് ഉപയോഗപ്പെടുത്തുന്നതായിട്ട് ബന്ധപ്പെട്ട ലോസ് ആൻഡ് റെഗുലേഷൻസുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? എൻവിയോൺമെന്റൽ ലോസ് ആണ് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള എൻവിയോൺമെന്റൽ ലോസ് ആൻഡ് റെഗുലേഷൻസ് ആ കമ്പനി എത്രത്തോളം പാലിക്കുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നു? എൻവിയോൺമെന്റൽ ഓഡിറ്റ് സഹായിക്കും. ക്ലിയർ ആയോ? എൻവിയോൺമെന്റൽ ഓഡിറ്റ് മനസ്സിലായോ നിങ്ങൾക്ക്? നെക്സ്റ്റ് വരുന്നതാണ് IT ഓഡിറ്റ് കേട്ടോ, ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്. എന്താണ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റിൽ നടക്കുന്നത്? അപ്പൊ നിങ്ങൾ മനസ്സിലേക്ക് നിങ്ങൾ വരേണ്ടത് നമ്മൾ ഡിപ്ലോമയ്ക്കകത്ത് പഠിച്ച HIMS അപ്പൊ നിങ്ങൾ പഠിച്ചില്ലേ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ, പല സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ അല്ലെ, ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണോട്ടെ ഇത് പറയുമ്പോ. അപ്പൊ നോക്കാം, ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്. ഇറ്റ് വിൽ ഇവാലുവേറ്റ് information systems and the underlying infrastructure
to ensure the accuracy of their processing, the security and the confidential customer information or intellectual property. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനിയുടെ നമുക്കറിയാം എല്ലാവരും എന്താണ് IT ആണ് അല്ലെ, അതായത് സിസ്റ്റം വൈസ്ഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അല്ലെ. നിങ്ങൾ HMS-നകത്തൊക്കെ പഠിച്ചു. കാര്യം നമുക്ക് അത്തരത്തിലുള്ള HMS സംവിധാനങ്ങളിലൂടെ ഒരു ഓർഗനൈസേഷന്റെ വർക്ക് ഫ്ലോ വളരെയധികം സ്മൂത്ത് ആക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. പ്രത്യേക സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ല, സോഫ്റ്റ്വെയർ കമ്പോണന്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത്തരം പ്രോസസ്സുകള് കാര്യങ്ങളൊക്കെ നടത്തുന്നത് അല്ലെ. അപ്പൊ അതാണ് അവരിവിടെ പറയുന്നത്. ആൻഡ് അണ്ടർലൈൻ ഇൻഫ്രാസ്ട്രക്ചർ ടു എൻഷുർ ആക്യുറസി ഓഫ് ദെയർ പ്രോസസ്സിംഗ് കേട്ടോ. അതായത് ഒരു കമ്പനിയുടെ ഈ പറയുന്ന ഇൻഫർമേഷൻ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രോസസ്സുകള് പ്രക്രിയകളുടെ ആക്യുറസി ഉറപ്പാക്കുന്നതിനും അതുപോലെ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ അതിന്റെ സുരക്ഷിതത്വം, അതുപോലെ തന്നെ കോൺഫിഡൻഷ്യൽ കസ്റ്റമർ ഇൻഫർമേഷൻ ഓർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലെ. നമുക്കറിയാം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അവിടെ വളരെയധികം സേഫ് ആയിട്ട് യൂസ് ചെയ്യണം അല്ലെ. കാര്യം അൺഓതറൈസ്ഡ് ആയിട്ട് ആളുകൾ അതിൽ നിന്നൊക്കെ വിവരങ്ങൾ ആക്സസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അൺഓതറൈസ്ഡ് ആയിട്ട് ആളുകൾ എന്ത് ചെയ്യും, അതിൽ നിന്നൊക്കെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ആക്സസ് ചെയ്യുകയോ അല്ലെങ്കിൽ പേഷ്യന്റിന്റെ വിവരങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ട പേഷ്യന്റിന്റെ വിവരങ്ങൾ അറിയാതെ ആരെങ്കിലും ആക്സസ് ചെയ്യുകയോ പുറത്തേക്ക് എടുക്കുകയോ റിലീസ് ചെയ്യുകയോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാം അല്ലെ. ഇൻഫർമേഷൻ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് വരാം. അപ്പോ അതിന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അതിന്റെ കോൺഫിഡൻഷ്യൽ കസ്റ്റമർ ഇൻഫർമേഷൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അതുപോലെ തന്നെ കസ്റ്റമറിന്റെ എന്ത് ചെയ്യണം, വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അവരുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസിന്റെ സെക്യൂരിറ്റിയും സേഫ്റ്റിയും ഒക്കെ എത്രത്തോളം ഉണ്ട് ആ സേഫ്റ്റി ഉറപ്പാക്കുന്നതിനായിട്ട് നടത്തുന്ന ഓഡിറ്റാണ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നോക്കൂ, they will typically include എന്തൊക്കെയാണ് ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റില് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളെയാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, they will typically include the assessment of general IT networks related to the logical access. ലോജിക്കൽ ആക്സസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ലോജിക്കൽ ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂസർ ഓതന്റിക്കേഷൻ, അതായത് ആ ഒരു IT ഉപയോഗിക്കുന്ന യൂസറിന്റെ ഓതന്റിക്കേഷൻ ജെനുവിനിറ്റി എത്രത്തോളം ഉണ്ട്, അതുപോലെ അവരുടെ ഓതറൈസേഷൻ, അതുപോലെ തന്നെ ആക്സസ് റൈറ്റ് എന്ന് വെച്ചാൽ അതിന്റെ വിവരങ്ങളൊക്കെ ആക്സസ് ചെയ്യുന്നതിന് അവരുടെ റൈറ്റ്സ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അസസ് ചെയ്യുക. അതാണ് ലോജിക്കൽ ആക്സസ് എന്ന് പറയുന്നത്. ലോജിക്കൽ ആക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന യൂസർ ഓതന്റിക്കേഷൻ ആണ്. യൂസർ ഓതന്റിക്കേഷൻ ആണ്, അതായത് ആ ഉപയോഗിക്കുന്ന ആളുകളുടെ ഓതന്റിക്കേഷൻ, ജെനുവിനിറ്റി, അതുപോലെ തന്നെ ഓതറൈസേഷൻ. ഓക്കെ, അതുപോലെ ആക്സസ് റൈറ്റ്, നമുക്ക് എത്രത്തോളം അത്തരം വിവരങ്ങളെ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, അതിന്റെ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അസസ്മെന്റ്. അതുപോലെ തന്നെ ചേഞ്ച് മാനേജ്മെന്റ്. ചേഞ്ച് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ നമ്മൾ IT സിസ്റ്റത്തിൽ പുതിയ ചേഞ്ചസുകൾ കൊണ്ടുവരാണ്. അപ്പൊ പുതിയ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരാണ്. അതായത് ഒരു കമ്പ്യൂട്ടറൈസിൽ നമ്മൾ പുതിയൊരു സോഫ്റ്റ്വെയർ സംവിധാനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതായത് പുതിയൊരു സോഫ്റ്റ്വെയർ സംവിധാനം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ചേഞ്ച് ആണ്. അതായത് സ്ഥിരമായിട്ട് അവർ ഉപയോഗിച്ചതിൽ നിന്ന് നമ്മളൊരു പുതിയൊരു സോഫ്റ്റ്വെയർ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. അപ്പൊ അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതുമായിട്ട് ആളുകൾ എന്ത് ചെയ്യണം, അതുമായിട്ട് പൊരുത്തപ്പെടുന്നു അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ചേഞ്ച് മാനേജ്മെന്റ്, IT സംബന്ധമായിട്ട് വരുന്ന ചേഞ്ചസുകൾ, അതിന്റെ മാനേജ്മെന്റ്. അതുപോലെ സിസ്റ്റം ഓപ്പറേഷൻസ്. എന്താ സിസ്റ്റം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ ഈ പറയുന്ന കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം. ആൻഡ് ബാക്കപ്പ് ആൻഡ് റിക്കവറി, അതുപോലെ തന്നെ ഇവാലുവേറ്റ് ചെയ്യാം അസസ്മെന്റ് ഓഫ് ബാക്കപ്പ് ആൻഡ് റിക്കവറി. അപ്പൊ ഇങ്ങനെയുള്ളതെല്ലാം തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നതുമായിട്ട് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റിനകത്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റിനകത്ത് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞ എന്താണ്, ഇവാലുവേറ്റിംഗ് ഡാറ്റ സിസ്റ്റംസ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ആൻഡ് പേഴ്സണൽ ഡാറ്റ കേട്ടോ. അതായത് സെക്യൂരിറ്റി, ഡാറ്റ മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ്, ദാറ്റ് ഈസ് കോൾഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്. ഓക്കെ, ക്ലിയർ ആണ്? നെക്സ്റ്റ് വരുന്നതാണ് ഓപ്പറേഷണൽ ഓഡിറ്റ് കേട്ടോ. ഓപ്പറേഷണൽ ഓഡിറ്റ്സ് അസസ് ദ ഓർഗനൈസേഷൻസ് കൺട്രോൾ മെക്കാനിസംസ് ഫോർ ദെയർ ഓവറോൾ എഫിഷ്യൻസി ആൻഡ് റിലയബിലിറ്റി കേട്ടോ.
അതായത് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഓവറോൾ ആയിട്ടുള്ള മൊത്തത്തിലുള്ള അവരുടെ എഫിഷ്യൻസി, കാര്യക്ഷമത, അതുപോലെ തന്നെ റിലയബിലിറ്റി എന്നിവയെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തെ അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഓപ്പറേഷണൽ ഓഡിറ്റുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്പറേഷണൽ ഓഡിറ്റ് the organization's control mechanisms for their overall efficiency and reliability. ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ ഓവറോൾ ആയിട്ടുള്ളവരുടെ എഫിഷ്യൻസി, കാര്യക്ഷമത, അതുപോലെ തന്നെ അത് റിലയബിലിറ്റി എന്നിവ കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ബന്ധപ്പെട്ട മെക്കാനിസംസ് അതൊക്കെ അസസ് ചെയ്യുന്നതിനായിട്ട് നടക്കുന്ന ഓഡിറ്റാണ് ഓപ്പറേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് എത്രത്തോളം റിലയബിൾ ആയിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനായിട്ട് പല കാര്യങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിട്ടുണ്ടാവും. അതിന്റെയൊക്കെ ആ ഒരു അസസ് ചെയ്യാം. അതാണ് ഓപ്പറേഷണൽ ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്നത് ഹോസ്പിറ്റലിന് മാത്രമല്ല, ഏതൊരു ഓർഗനൈസേഷൻ ബാധകമാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിരുന്നു. അടുത്തതാണ് പെർഫോമൻസ് ഓഡിറ്റ് കേട്ടോ. പെർഫോമൻസ് ഓഡിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? Performance audits evaluate whether the organization is meeting the metrics set by the management in order to achieve the goals and objectives specified by the board of directors. നമുക്കറിയാം ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കുന്നത് എന്താണ്? അവിടുത്തെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അല്ലെ. സിഇഒ പോലെ സിഇഒ ഉൾപ്പെടുന്ന സീനിയർ ലീഡർഷിപ്പ് ടീമുകളൊക്കെ അല്ലെ, ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ഏത് ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് നയിക്കുന്നത്. അവരാണ് ഒരു ഓർഗനൈസേഷൻ ആവശ്യമായിട്ടുള്ള ഗോൾസ്, അവരുടെ വിഷൻ, മിഷൻ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ പറയുന്ന ലക്ഷ്യങ്ങള്, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് അതായത് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് മാനേജ്മെന്റ് ഈ പറയുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്പെസിഫൈ ചെയ്യുന്ന ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിനായിട്ട് മാനേജ്മെന്റ് എല്ലാവിധ മെട്രിക്സുകളും അത് പാലിക്കുന്നുണ്ടോ അല്ലെ. ആ ഒരു ഗോൾസ്, അവരുടെ ലക്ഷ്യങ്ങള് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് എല്ലാവിധ മെട്രിക്സുകളും എല്ലാവിധ സംവിധാനങ്ങളും മീറ്റ് ചെയ്യുന്നുണ്ടോ അല്ലെ എന്ന് ഉറപ്പുവരുത്താനായിട്ട്, അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓഡിറ്റാണ് പെർഫോമൻസ് ഓഡിറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാല് പെർഫോമൻസ് എന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് അവർ എത്തിപ്പെടണം അല്ലെ. ആ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അത് എന്ത് ചെയ്യണം? അച്ചീവ് ചെയ്യണം. അതാണ് അവരുടെ പെർഫോമൻസ്. അപ്പൊ ആ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് എത്രത്തോളം ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് എല്ലാവിധ മെട്രിക്സുകളും അവർ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനായിട്ട് നടത്തുന്ന ഓഡിറ്റാണ് എന്ത്? പെർഫോമൻസ് ഓഡിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? 5 ടൈപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെയായിരുന്നു കംപ്ലൈൻസ് ഓഡിറ്റ്, എൻവയോൺമെന്റൽ ഓഡിറ്റ്, പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി ഓഡിറ്റ്, ഓപ്പറേഷണൽ ഓഡിറ്റ്, അതുപോലെ പെർഫോമൻസ്. ഓക്കെ, ഇതാണ് 5 ടൈപ്പ് ഓഫ് ഓഡിറ്റ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, ഒന്ന് ഓഡിറ്റ് വായിച്ചു നോക്കി. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? അത്രയും ഭാഗങ്ങളും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അടുത്ത ഭാഗത്തോട്ട് നമുക്ക് കടക്കാം. ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ ഓർ പ്രോസസ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്റേണൽ ഓഡിറ്റിനെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ എങ്ങനെയാണ് നോക്കാം കേട്ടോ. ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രോസസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഒരു സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാറുള്ളത് കേട്ടോ. ചുരുക്കി പറഞ്ഞ ഒരു ഇന്റേണൽ ഓഡിറ്റ് ഏത് രീതിയിലാണ് നടത്തുന്നത് കേട്ടോ. അതിന്റെ ആ ഒരു പ്രൊസീജിയർ ആണ് നമ്മൾ പഠിക്കുന്നത്. An internal audit should have 4 general phases of activities. ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അതിന് 4 phases of activities ആണുള്ളത്.
4 ഫേസുകളാണുള്ളത്. ഫസ്റ്റ് വൺ പ്ലാനിങ്, സെക്കൻഡ് വൺ ഫീൽഡ് വർക്ക്, തേർഡ് വൺ റിപ്പോർട്ടിംഗ്, നാലാമത്തത് ഫോളോ അപ്പ്. അങ്ങനെ 4 ഫേസസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഉള്ളത് കേട്ടോ. അപ്പൊ ഇന്റേണൽ ഓഡിറ്റ് പ്രൊസീജിയർ അഥവാ പ്രോസസ്സിംഗ് പ്രധാനമായിട്ടും 4 ഫേസസ് ആണ് ഉള്ളത്. ഇതൊക്കെയാണ് 4 ഫേസസ് എന്ന് പറയുന്നത്. പ്ലാനിങ്, അതുപോലെ തന്നെ ഫീൽഡ് വർക്ക്, പിന്നെ റിപ്പോർട്ടിംഗ്, അതുപോലെ തന്നെ ഫോളോ അപ്പ്. ഓക്കെ, പ്ലാനിങ് സ്റ്റെപ്പ് പഠിച്ചു വെക്കാൻ 4 ഫേസുകൾ ഏതൊക്കെയാണ്? പ്ലാനിങ്, പിന്നെ ഫീൽഡ് വർക്ക്, റിപ്പോർട്ടിംഗ്, ഫോളോ അപ്പ്. ഇതാണ് 4 ഫേസസ് ആയിട്ട് വരുന്നത്. The following provides a brief synopsis of each phase. അപ്പൊ നമുക്ക് ഓരോ സ്റ്റെപ്സുകൾ എടുക്കണം. ഫസ്റ്റ് വൺ എന്താണ്? പ്ലാനിങ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ പ്ലാനിങ് ആണ്. സെക്കൻഡ് വൺ ഫീൽഡ് വർക്ക്, ആൻഡ് തേർഡ് വൺ റിപ്പോർട്ടിംഗ്, ഫോർത്ത് വൺ ഫോളോ അപ്പ്. ഇങ്ങനെയാണ് ഓർഡർ. ക്ലോക്ക് വൈസിൽ എടുക്കണേ. അങ്ങനെ എഴുതിയിട്ടുണ്ട്. പ്ലാനിങ്, ഫീൽഡ് വർക്ക്, റിപ്പോർട്ടിംഗ്, ഫോളോ അപ്പ് കേട്ടോ. ഇന്റേണൽ ഓഡിറ്റ് പ്രോസസ് ആണ്. ഇനി ഓരോ പ്രോസസ്സുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്തായിരിക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ ഓഡിറ്റിനായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുക അല്ലെ. ഇതിന്റെ പ്ലാനിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ആ ഇന്റേണൽ ഓഡിറ്റിന്റെ ലക്ഷ്യങ്ങൾ അല്ലെ, അതിനായിട്ടുള്ള ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുമ്പോൾ ആ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പല പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ ആസൂത്രണം നടത്തുന്നു. പിന്നെ ഫീൽഡ് വർക്കാണ്. ഫീൽഡ് വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആ പ്ലാൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാണ് അല്ലെ. അതായത് നമ്മൾ ആ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി നമ്മൾ ആ ഒരു പ്ലാൻ നടപ്പിലാക്കുകയാണ്. നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഫീൽഡ് വർക്കിനകത്ത് വരുന്നത്. മൂന്നാമത്തത് എന്താണ്? റിപ്പോർട്ടിംഗ് ആണ് അല്ലെ. ഫീൽഡ് വർക്കൊക്കെ ചെയ്തതിന് ശേഷം ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? റിപ്പോർട്ടിംഗ്. ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളും എല്ലാം തന്നെ റിപ്പോർട്ടായിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് വെക്കും അല്ലെ, രേഖപ്പെടുത്തി വെക്കും. ദെൻ അത് കഴിഞ്ഞാൽ ഫോളോ അപ്പ് ആണ് അല്ലെ. നമ്മൾ റിപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഫോളോ അപ്പ് ആണ് നമ്മൾ നടത്തുന്നത് അല്ലെ. ആ റിപ്പോർട്ടിലൂടെ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ആയിരിക്കും പിന്നെ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്ന് എന്താന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ പ്ലാനിങ് ആണ്. പ്ലാനിങ് എന്ന് നോക്കി, ഡ്യൂറിംഗ് ദ പ്ലാനിങ് പ്രോസസ് ദ ഇന്റേണൽ ഓഡിറ്റ് ടീം will define the scope and objectives. Underline ചെയ്ത് വെച്ചേ. പ്ലാനിങ്ങിൽ എന്താണ് നടക്കുന്നത്? ഇന്റേണൽ ഓഡിറ്റ് ടീം അല്ലെ. ഇന്റേണൽ ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ഓഡിറ്റേഴ്സ് അല്ലെ. അതിനെന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? They define the scope and objectives അല്ലെ. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുന്നത്? ഡിഫൈൻ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെ. ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങള് അല്ലെ, അതെന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ഡിഫൈൻ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെ. ഡിഫൈൻ ചെയ്യുന്നു. സെറ്റ് ചെയ്യുന്ന സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അവിടെ ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം റിവ്യൂ ഗൈഡൻസ് റിലവന്റ് ടു ദ ഓഡിറ്റ് കേട്ടോ. ബ്രാക്കറ്റില് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലോസ്, റെഗുലേഷൻസ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, കമ്പനി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് എക്സെട്ര. അതിനുശേഷം നമ്മുടെ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ഗൈഡൻസുകളും എന്ത് ചെയ്യുന്നു? റിവ്യൂ ചെയ്യുന്നു, അവലോകനം ചെയ്യുന്നു അല്ലെ. റിവ്യൂ ഗൈഡൻസ് റിലവന്റ് ടു ഓഡിറ്റ്, അതായത് ആ ഓഡിറ്റുമായിട്ട് റിലവന്റ് ആയിട്ടാണ് ആ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഗൈഡൻസുകള്, മാർഗനിർദ്ദേശങ്ങള് എന്ത് ചെയ്യുന്നു? റിവ്യൂ ചെയ്യുന്നു. റിവ്യൂ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലോസ്, റെഗുലേഷൻസ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, കമ്പനി പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ ഗൈഡൻസും അവരെന്ത് ചെയ്തു നോക്കുന്നു? റിവ്യൂ ചെയ്തു നോക്കുന്നു അല്ലെ, അവലോകനം ചെയ്യുന്നു. അതിനുശേഷം റിവ്യൂ ദ റിസൾട്ട് ഫ്രം പ്രീവിയസ് ഓഡിറ്റ്. പ്രീവിയസ് ഓഡിറ്റ് മുന്നേ നടന്നിട്ടുള്ള ഓഡിറ്റിങ്ങിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള റിസൾട്ടുകൾ റിവ്യൂ ചെയ്യുന്നു. അതായത് മുന്നേ ഓഡിറ്റുകൾ നടന്നിട്ടുണ്ടാവുമല്ലോ, ആ പ്രീവിയസ് ഓഡിറ്റിലൂടെ കണ്ടെത്തിയിട്ടുള്ള റിസൾട്ടുകൾ എല്ലാം തന്നെ റിവ്യൂ ചെയ്യുന്നു, അവലോകനം ചെയ്യുന്നു. അതിനുശേഷം സെറ്റ് ടൈം ലൈൻ ആൻഡ് ബഡ്ജറ്റ് ഫോർ ദ ഓഡിറ്റ്. സെറ്റ് ടൈം ലൈൻ ആൻഡ് ബഡ്ജറ്റ് ഫോർ ദ ഓഡിറ്റ്. ഓഡിറ്റിനായിട്ടുള്ള ഒരു ടൈം അവിടെ ഷെഡ്യൂൾ ചെയ്യുന്നു അല്ലെ. ഒരു ഓഡിറ്റിങ്ങിനായിട്ടുള്ള ഒരു ടൈം ഷെഡ്യൂൾ ചെയ്യുന്നു. അതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ റിസോഴ്സുകളെല്ലാം തന്നെ അലോക്കേറ്റ് ചെയ്യുന്നു അല്ലെ. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഓഡിറ്റിന് നടത്തണം അല്ലെ. ആ ഓഡിറ്റ് നടത്താനായിട്ടുള്ള ഒരു ടൈം നമ്മൾ ഷെഡ്യൂൾ ചെയ്യാം. സെറ്റ് ടൈം ലൈൻ, ഒരു ടൈം ലൈൻ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാം. അതിന്റെ ബഡ്ജറ്റ് ഫോർ ദ ഓഡിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാലോ, ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് സെന്റർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ചിലവേറിയ ഒരു കാര്യമാണ്, അതിന് കുറച്ച് എക്സ്പെൻസീവ് ആണ് അല്ലെ. ഓഡിറ്റ് നടത്തണം, പക്ഷെ ഓഡിറ്റ് കുറച്ച് എന്താണ് പൈസ മുടക്കേണ്ട ഒരു പ്രോസസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിനായിട്ട് എല്ലാ റിസോഴ്സുകളും അലോക്കേറ്റ് ചെയ്യുക കേട്ടോ. അതിന്റെ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ അതിന് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും അലോക്കേറ്റ് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് ആൻ ഓഡിറ്റ് പ്ലാൻ ടു ബി എക്സിക്യൂട്ടഡ്.
അല്ലെ എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഓഡിറ്റ് പ്ലാൻ അവിടെ ക്രിയേറ്റ് ചെയ്യുക അല്ലെ ഓഡിറ്റ് പ്ലാൻ തയ്യാറാക്കുക അല്ലെ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഐഡന്റിഫൈ ദ പ്രോസസ് ഓണേഴ്സ് ടു ഇൻവോൾവ്. ഐഡന്റിഫൈ ദ പ്രോസസ് അതായത് ഐഡന്റിഫൈ ദ ഓഡിറ്റ്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആൻഡ് ഹു ടു ഇൻവോൾവ് ഇൻ ദ ഓഡിറ്റ്. ഓഡിറ്റ് ഏത് ടൈപ്പ് ഓഫ് ഓഡിറ്റ് നടത്തണം അല്ലെ, അതായത് കംപ്ലൈൻസ് ഓഡിറ്റ് ആണോ നടത്തേണ്ടത്, അതോ എൻവയോൺമെന്റൽ ഓഡിറ്റ് ആണോ നടത്തേണ്ടത് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതോ പെർഫോമൻസ് ഓഡിറ്റ് ആണോ നടത്തേണ്ടത്, ഏത് ഓഡിറ്റ് ആണ്, വിച്ച് ടൈപ്പ് ഓഫ് ഓഡിറ്റ്, ഏത് ടൈപ്പ് ഓഡിറ്റ് ആണ് നടത്തേണ്ടത്. അതുപോലെ ഹൂ ടു ഇൻവോൾവ് ഇൻ ഓഡിറ്റ്, ആ ഓഡിറ്റിൽ ആരാണ് ഇൻവോൾവ് ചെയ്യുന്നത്, അതായത് ഓഡിറ്റർമാർ ആരായിരിക്കുന്നത് കേട്ടോ, ആരാണ് ഓഡിറ്റർമാര്. ആൻഡ് ഷെഡ്യൂൾ ആൻഡ് ഇനീഷ്യേറ്റ് മീറ്റിംഗ് ടു കമൻസ് ഓഡിറ്റ്. അതിനനുസരിച്ച് ഒരു ഓഡിറ്റ് കമൻസ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നതിനായിട്ടുള്ള ഒരു ഷെഡ്യൂള് എന്ത് ചെയ്യാം, ഇനീഷ്യേറ്റ് ചെയ്യാം. ഒരു ഷെഡ്യൂള് നമ്മൾ ആരംഭിക്കാം. ഇത്രയുമാണ് ഏതിനകത്ത് വരുന്നത്, പ്ലാനിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് എന്ത് വരുന്നത്, പ്ലാനിങ്ങിനകത്ത് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്, ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഡ്യൂറിംഗ് ദ പ്ലാനിങ് പ്രോസസ്, അതായത് പ്ലാനിങ് പ്രോസസ് എങ്ങനെയാണ്, ഡ്യൂറിംഗ് ദ പ്ലാനിങ് പ്രോസസ്സിനകത്ത് ഇന്റേണൽ ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിഫൈൻ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, ആദ്യം തന്നെ ഡിഫൈൻ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, സെറ്റ് ദ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അല്ലെ, കൃത്യമായിട്ട് ആ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നു. അതിനുശേഷം റിവ്യൂ ഗൈഡൻസ് റിലവന്റ് ഓഡിറ്റ്, ആ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഗൈഡൻസ് എന്തൊക്കെ വരുന്നുണ്ട്, ലോസ് റെഗുലേഷൻസ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്, കമ്പനി പോളിസീസ്, പ്രൊസീജിയർ, അങ്ങനെയുള്ള എല്ലാ ഗൈഡൻസുകളും അവലോകനം ചെയ്യുന്നു. അതിനുശേഷം റിവ്യൂ ദ റിസൾട്ട് ഫ്രം പ്രീവിയസ് ഓഡിറ്റിൽ നിന്നുള്ള റിസൾട്ടുകൾ റിവ്യൂ ചെയ്യുന്നു. അതിനുശേഷം സെറ്റ് ടൈം ലൈൻ ആൻഡ് ബഡ്ജറ്റ് ഫോർ ദ ഓഡിറ്റ് അല്ലെ, അതായത് ഓഡിറ്റിങ്ങിനായിട്ടുള്ള ഒരു ടൈം ലൈൻ അല്ലെ, അതായത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ടൈം അത് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നു. അതിനനുസരിച്ച് ബഡ്ജറ്റ് അതായത് റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നു. പിന്നെയോ ക്രിയേറ്റ് ആൻ ഓഡിറ്റ് പ്ലാൻ ടു ബി എക്സിക്യൂട്ട് അല്ലെ, നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നടപ്പിലാക്കേണ്ട ഓഡിറ്റ് പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഐഡന്റിഫൈ ദ പ്രോസസ് ഓണേഴ്സ് ടു ഇൻവോൾവ്, അതായത് ഏത് ടൈപ്പ് ഓഡിറ്റ് നടത്തണം, ആരൊക്കെയാണ് ആ ഓഡിറ്റിങ്ങിന്റെ ഭാഗമാകേണ്ടത്, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് ഷെഡ്യൂൾ ആൻഡ് ഇനീഷ്യേറ്റ് മീറ്റിംഗ് ടു കമൻസ് ഓഡിറ്റ്, ആ ഓഡിറ്റ് നടത്തുന്നതിനായിട്ട് ഒരു മീറ്റിംഗ് നമ്മൾ എന്ത് ചെയ്യാണ്, ആരംഭിക്കുക. അതൊരു ഇന്ത്യയുടെ ഓഡിറ്റ് നടത്താന്ന് പറയുമ്പോൾ അതൊരു നമുക്കറിയാലോ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു മീറ്റിങ്ങും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നത് ആരംഭിക്കുന്നുണ്ടാവും. ഓക്കെ, ഇത്രയും വരെ കേട്ടോ, ഇരിക്കട്ടെ. പ്ലാനിങ് വരെ, പ്ലാനിങ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് 3 സ്റ്റെപ്പും കൂടെ പഠിക്കാനുണ്ട്, ഫീൽഡ് വർക്ക്, റിപ്പോർട്ടിങ്, അതുപോലെ തന്നെ ഫോളോ അപ്പ് കേട്ടോ. ഇത്രയും ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെയാണോ, മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലല്ലോ, ഓക്കെയാണ്. നമുക്ക് ടീച്ചി ആയതുകൊണ്ട് അറിയാലോ, ഒരുപാട് ഇങ്ങനെ വാരി വലിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അത് വായിക്കുമ്പോഴും കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഓർമ്മയായിട്ട് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ നമ്മള് ഇതിൽ ചെയ്യാവുന്ന കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ആ കൺസെപ്റ്റുകൾ മനസ്സിലാക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം, പിന്നെ നമ്മൾ മനസ്സിരുത്തി വായിക്കുക കേട്ടോ. അത്രയൊക്കെയാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ക്ലാസ് ഒക്കെ ഫോളോ ചെയ്ത് പോകാൻ പറ്റില്ലേ, എന്റെ ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റില്ലേ? HA13 ഞാൻ ചോദിച്ചത്. HA13 ഓക്കെ ആണല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. വായിച്ചതിലോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ ആവശ്യമില്ല. ഓക്കെ, വേറെ ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്